പണം ചോദിച്ച് തന്നെ ഭർത്താവ് നിരന്തരം മർദ്ദിച്ചിരുന്നതായി അങ്കമാലിയിൽ പെൺകുട്ടി ജനിച്ചതിന്റെ പേരിൽ ഭർത്താവിൻ്റെ നിന്ന് മർദ്ദനമേറ്റ യുവതി പറയുന്നു. ഭർത്താവ് അന്ധവിശ്വാസിയാണെന്നും കൊല്ലുമെന്ന് പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും യുവതി ആരോപിച്ചു. കേരളത്തിൽ നാണക്കേടെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. അങ്കമാലി ഞാലൂക്കരയിൽ താമസിച്ചു വരികയായിരുന്ന യുവാവിനും യുവതിക്കും 2021 പെൺകുഞ്ഞ് ജനിച്ചത്. അന്നു മുതൽ ഇന്നുവരെ ഭർത്താവിൽ നിന്ന് യുവതി നേരിടേണ്ടി വന്നത് ക്രൂരമായ പീഡനം. അപസ്മാര രോഗബാധിതയായ യുവതിയെ ശാരീരികവും മാനസികവുമായി ബുദ്ധിമുട്ടിച്ചു. ഇരുമ്പുവടി ഉപയോഗിച്ചുകൊണ്ടുള്ള മർദ്ദനത്തിന്റെ തെളിവുകൾ പോലീസിന് മുൻപിൽ ഹാജരാക്കിയിട്ടുണ്ട്. പൂജാകർമ്മങ്ങളും മറ്റും ചെയ്യുന്ന തന്റെ പിതാവിനെയും കുടുംബത്തെയും അസഭ്യം പറയുകയും ഇവരിൽ നിന്ന് കൂടുതൽ പണം ആവശ്യപ്പെടുകയും ചെയ്തുവെന്നും യുവതി ആരോപിക്കുന്നു. പെങ്കൊച്ചായപ്പോ അവർക്ക് ഇഷ്ടമായില്ലായിരുന്നു അതൊന്നും. എനിക്ക് ജോലിക്ക് പോകണമെന്നൊക്കെ ആഗ്രഹം പറയുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് വേശ്യം എനിക്ക് ഓണതാണ് ഇതായിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് എന്നെ അസഭ്യവാക്യങ്ങളും മറ്റുമൊക്കെ പറഞ്ഞ് ഇതാവും. എല്ലാത്തിനും ഏത് നേരവും ഭയങ്കരമായിട്ട് അന്ധവിശ്വാസം കൂടുതലാണ്. ഏതിനും അന്ധവിശ്വാസം ഭയങ്കരമായിട്ട് കൂടുതലാണ്. മർദ്ദനം സഹികെട്ടപ്പോഴാണ് പരാതിപ്പെടാൻ കുടുംബം ഒരുങ്ങിയത്. മർദ്ദനത്തെ തുടർന്ന് പലതവണ യുവതി ആശുപത്രിയിലാക്കിയെങ്കിലും അപസ്മാരം വന്ന് വീണതിനെ തുടർന്നുണ്ടായ മുറിവ് എന്നാണ് ഭർത്താവ് പറഞ്ഞിരുന്നത്. ഭയങ്കര വലിയ കിണറാണ്. ആ കിണറിൽ പൊക്കം കുറവാണ്, ഇവക്കും പൊക്കം കുറവാണ്. ആ കിണറിൽ തല്ലിക്കൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ചോദിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഇത് പോകും? അങ്കമാലിയിൽ ഉണ്ടായത് കേരളത്തിന് നാണക്കേട് എന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. പെൺകുട്ടി ജനിച്ചതിന്റെ പേരിൽ ഇങ്ങനെ ഒരു പീഡനം നടന്നു എന്നുള്ളത് കേരളീയ സമൂഹത്തിൽ ശാസ്ത്രബോധമുണ്ട് എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ ഒരു സമൂഹത്തിൽ ഒട്ടും ഒരു അഭിലഷണീയമായിട്ടുള്ള കാര്യമല്ല. അത് എന്താണ് യഥാർത്ഥത്തിലുണ്ടായിട്ടുള്ള പ്രശ്നം എന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ അങ്കമാലി പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രതി ഒളിവിലാണ്. പോലീസ് അന്വേഷണത്തിൽ തൃപ്തരാണെന്നും കേസുമായി മുന്നോട്ടു പോകുമെന്നും കുടുംബം അറിയിച്ചു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.